എല്ലാവരും എന്നൊന്നും കൂടി സഹായിക്കണം. എനിക്ക് പറയാനുള്ളൂ. പൊന്നുമകളുടെ കരച്ചില്, ഈ പൊന്നുമകൾ നിങ്ങളോട് അപേക്ഷിക്കുന്ന വാക്കുകൾ ഒന്ന് കേൾക്കുക. നമ്മുടെ മക്കൾ നമ്മളോട് പറയുന്ന പോലെ നിങ്ങൾ ഈ വാക്കുകൾ ഒന്ന് കേൾക്കുക. 2 സെക്കൻഡ് അല്ലെ 1 മിനിറ്റ് തട്ടിമാറ്റി കളയരുത്. സഹായിച്ച നിങ്ങള് വീണ്ടും ഒരിക്കലും എന്നെ കൂടെ സഹായിക്കും. എനിക്ക് എന്റെ കൂട്ടുകാരുടെ ഒപ്പം സ്കൂളിൽ പോകണം, കൂട്ടുകാരുടെ ഒപ്പം കളിക്കണം, സന്തോഷമായിട്ടിരിക്കണം. എല്ലാവരും എന്നെ ഒന്നും കൂടി സഹായിക്കണം പ്ലീസ്. എന്താ അപേക്ഷ? കരുണ കാണിക്കണമേ. നിങ്ങളുടെ കയ്യിൽ 100 രൂപയാണ് ഇട്ട് സഹായിക്കണമെന്ന് ദൈവനാമത്തിൽ നിങ്ങളോട് ഓരോരുത്തരും അപേക്ഷ. നമസ്കാരം, ഞാൻ ജഗദീഷ് അത്തിപ്പറ്റ. പ്രിയപ്പെട്ടവരെ, ലിയ പ്രവീൺ എന്ന 11 വയസ്സുകാർക്ക് 2 വർഷം മുന്നേ മജ്ജ മാറ്റി വെച്ചു വലിയൊരു CMCയിൽ വെച്ചിട്ട് നമ്മളുടെ റവന്യൂ മന്ത്രി രാജ മിനിസ്റ്ററിന്റെ നിയോജക മണ്ഡലമായ കട്ടിലപ്പൂവ്, മാടക്കത്തറ പഞ്ചായത്തിലെ കട്ടിലപ്പൂവിലെ ഒരു ഉൾഗ്രാമ പൊന്നുമകളുടെ അച്ഛൻ ഒരു ജ്വല്ലറിയിലെ സെയിൽസ്മാൻ ആണ്. 40 ലക്ഷം രൂപ വേണം ഈ പൊന്നുമൾക്ക് ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി. കാരണം 2 വർഷം മുന്നേ നാടും നഗരവും നാട്ടുകാരും പ്രവാസികളും ഒക്കെ സഹായിച്ച് ആ പൊന്നുമൾക്ക് ജീവൻ നിലനിർത്തി. സർജറി കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്നു ആ അസുഖം. ഇപ്പോ ആ പൊന്നുമകൾ വലിയൊരു CMCയില് 3 മാസമായി മരണത്തോട് മല്ലടിക്കുന്നു. 40 ലക്ഷം വേണം ബോൺമാരെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ. ഒരു മലയോര ഗ്രാമമായ ആ പ്രദേശത്ത് ഈ കുടുംബത്തിന് ഇത്രയും വലിയൊരു സംഖ്യ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് നിങ്ങളോട് എല്ലാവരും അപേക്ഷിക്കാണ്. നമ്മൾക്കുമില്ലേ മക്കള്? നിങ്ങൾ അതൊന്ന് ചിന്തിച്ചു നോക്കുക പ്രിയമുള്ളവരെ. കാരണം ഈ പൊന്നുമകൾ സ്കൂളിലേക്ക് പോകാനോ കൂട്ടുകാരോട് കളിക്കാനോ കഴിയാതെ മരണത്തോട് മല്ലടിച്ച നാട്ടിൽ ചുമരുകൾക്കുള്ളിൽ തളച്ചിട്ട പോലെയാണ് ആ കുടുംബം. ആ കുടുംബത്തിനെ കരകയറ്റുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും അകമഴിഞ്ഞ് സഹായിച്ച് ആ പൊന്നുമകളെ ജീവിതത്തിൽ തിരിച്ചുകൊണ്ടുവരണമെന്ന് നിങ്ങൾ വിനയത്തിന്റെ ഭാഷയിൽ അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്.